അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് എന്ത്? ഇഖ്ലാസ്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ് എന്ത്? ഇത്തിബാഉൻ നബി, നബിയെ പിൻപറ്റൽ. അതായത് വിശ്വാസികൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ നിയമമാക്കിയത് പഠിപ്പിച്ചെന്നത് അതിനോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ടായിരിക്കണം അവന്റെ പ്രവർത്തനം. അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ്? നബി എങ്ങനെ പഠിപ്പിച്ചത് അങ്ങനെ. ആ ഇബാദത്തിന്റെ ഭാഗമാണ് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, മറ്റെല്ലാ കാര്യങ്ങളും. അപ്പൊ അതൊക്കെ വിശ്വല്ലാസിനെ പഠിച്ചതനുസരിച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ദീൻ എന്താണോ അത് നമ്മൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് നബിയെ പിൻപറ്റിക്കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്ക് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു ആ രണ്ടാമത്തെ ആയത്ത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു ആരാണ് എന്ന് പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ ആയത്താണ്. അല്ലദീ ഖലഖൽ മൗത, മരണത്തെ സൃഷ്ടിച്ചവൻ, വൽ ഹയാത, ജീവിതത്തെയും സൃഷ്ടിച്ചവൻ. എന്തിനാണ് ജീവിതവും മരണവും അല്ലാഹു സൃഷ്ടിച്ചത്? ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. അയ്യുക്കും, നിങ്ങളിൽ ആരാണ് അഹ്സനു അമല, ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് മനുഷ്യർക്ക് ജീവിതവും മരണവും സൃഷ്ടിച്ചത്. അങ്ങനെ സൃഷ്ടിച്ചവനാണ് ആര്? അള്ളാഹു. നമ്മളെ സൃഷ്ടിച്ചു, ജീവൻ നൽകി, മരണവും നൽകി. ഇത് രണ്ടും കൊടുത്തെന്തിനാ? നിങ്ങളിൽ ആരാണ് അഹ്സനു അമലൻ, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ. ഏറ്റവും നന്നായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചെയ്യുക. അതാണെന്ത്? അഹ്സനു